അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ് ആണ്. ഇപ്പോൾ 2-3 വീഡിയോ ആയിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൽ 5-മത്തതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ടു പ്രെഡിക്റ്റ് 5 ടു പ്രെഡിക്റ്റ് വെദർ എ മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് അല്ലെങ്കിൽ ലിബറേറ്റ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് അനദർ മെറ്റൽ ഫ്രം ഇസ് സൊല്യൂഷൻ. ഒരു മെറ്റലിന് അനദർ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിങ്കും കോപ്പർ സൾഫേറ്റും, സിങ്ക് ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റിൽ വെക്കുക എന്ന് പറഞ്ഞില്ലേ. സിങ്ക് അത് നമുക്ക് റിയാക്ഷൻ ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. നോക്കിയാൽ സിങ്കും കോപ്പർ സൾഫേറ്റും റിയാക്ട് ചെയ്യുക. സിങ്കും കോപ്പർ സൾഫേറ്റും റിയാക്ട് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? കോപ്പർ സൾഫേറ്റിലുള്ള മെറ്റൽ ഏതാണ്? കോപ്പർ. സിങ്ക് ഒരു മെറ്റലാണല്ലോ. അപ്പോൾ സിങ്കും കോപ്പർ സൾഫേറ്റും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സിങ്ക് ഒരു മെറ്റലാണ്. കോപ്പർ സൾഫേറ്റിലെ കോപ്പർ Cu2+ ഒരു മെറ്റലാണ്. അപ്പൊ സിങ്ക് എന്ത് ചെയ്യും എന്നല്ലോ, കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. എന്താ ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനാണ് മാറ്റും. എന്നിട്ട് അവിടെ ആര് വരും? സിങ്ക് വരും. അപ്പൊ കോപ്പർ സൾഫേറ്റ് എന്തായി മാറും? സിങ്ക് സൾഫേറ്റ് ആയി മാറും. അപ്പൊ സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പറിന് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഒരു സിങ്കിന്റെ ഒരു കമ്പി, സിങ്കിന്റെ ഒരു ആണി കോപ്പർ സൾഫേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്തായി മാറും? സിങ്ക് സൾഫേറ്റ് ആയി മാറും. കോപ്പർ സൾഫേറ്റിലെ കോപ്പർ ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. സിങ്ക് ആണിന്റെ മുകളിൽ അല്ലെങ്കിൽ സൈഡിലൂടെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അതിന് കാരണം എന്താണ്? സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. സിങ്ക് മെറ്റലിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവും കോപ്പർ സൾഫേറ്റിലെ കോപ്പർ മെറ്റലിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ സിങ്ക് എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റ് സിങ്ക് എന്താ ചെയ്യുക? കോപ്പർ സൾഫേറ്റിലെ കോപ്പർ മെറ്റലിന് ഇലക്ട്രോൺ കൊടുക്കും. കോപ്പർ സൾഫേറ്റിലെ കോപ്പർ എങ്ങനെ കിടക്കുന്നത്? Cu2+ ആയിട്ടാണ്. അതിന് ഇലക്ട്രോൺ കൊടുക്കും. അപ്പൊ സിങ്കിന് കൊടുക്കാൻ കഴിയുന്നത് എന്താണ്? അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. അതായത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉണ്ട് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പൊ സിങ്ക് കോപ്പർ സൾഫേറ്റിലെ കോപ്പർ 2+, സിങ്ക് കോപ്പർ സൾഫേറ്റിലെ കോപ്പർ 2+ അയോണിന് ഇലക്ട്രോണിനെ കൊടുക്കാൻ കാരണം അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. അതായത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതുകൊണ്ട് കോപ്പർ 2+ സിങ്കിൽ നിന്ന് ഇലക്ട്രോൺ സ്വീകരിച്ചാൽ കോപ്പർ 2+ കോപ്പർ ആയി മാറും. അതായത് ഒരു സോളിഡ് ആയി മാറും. അപ്പൊ സിങ്ക് ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ അത് സിങ്ക് 2+ ആയി സൊല്യൂഷനിലോട്ട് വരും. ആ സിങ്ക് 2+ഉം SO4 റിയാക്ട് ചെയ്തിട്ട് സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും കേട്ടോ. അതാണ് പറയുന്നത്. മെറ്റൽ വിത്ത് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ഡിസ്പ്ലേസ്, അതായത് സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് അനദർ മെറ്റൽ എന്ന് പറഞ്ഞാൽ കോപ്പർ മെറ്റൽ വിത്ത് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഹൈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയാൻ പാടില്ല, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. നമുക്കറിയാലോ കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്, സിങ്കിന്റെ ലോ റിഡക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നെന്താണെന്നോ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ക്യാൻ ബി കെപ്റ്റ് ചെയ്യുക, കീപ്പ് ചെയ്യുക, വെക്കാൻ പറ്റുക അല്ലേ? കീപ്പ് ചെയ്യുക അറിയാൻ പറ്റുള്ളൂ. കീപ്പ് ചെയ്യുക അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കെപ്റ്റ്. അപ്പൊ ക്യാൻ ബി കെപ്റ്റ് കോപ്പർ സൾഫേറ്റ് ഇൻ എ വെസൽ അല്ലെങ്കിൽ ബോട്ടിൽ മെയ്ഡ് ഓഫ് സിങ്ക്. ക്യാൻ ബി കെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്ത്? കോപ്പർ സൾഫേറ്റ് ഇൻ എ വെസൽ, ഒരു പാത്രം അല്ലെങ്കിൽ ബോട്ടിൽ മെയ്ഡ് ഓഫ് സിങ്ക്. അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന്, സിങ്ക് പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുമോ, സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദിച്ചത്. കഴിയുമോ എന്നാണ് ചോദിച്ചത്. സിങ്ക് പാത്രത്തിൽ, സിങ്ക് ബോട്ടിൽ അല്ലെങ്കിൽ സിങ്ക് വെസലില് കോപ്പർ സൾഫേറ്റ് സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദിച്ചത്. സൂക്ഷിക്കാൻ പറ്റുമോ? സൂക്ഷിച്ചാലുള്ള പ്രശ്നം എന്താണ്? സിങ്ക് പാത്രത്തിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്.
കോപ്പർ സൾഫൈഡിലെ കോപ്പർ മെറ്റലിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പൊ എന്താ സംഭവിക്കുക? സിങ്ക് എന്ത് ചെയ്യും? ഓക്സിഡേഷൻ സംഭവിച്ച് സിങ്ക് 2+ ആയി സൊല്യൂഷനിലോട്ട് പോകും. അത് മാത്രമല്ല, സിങ്കിന്റെ ഇലക്ട്രോൺ ആര് വന്ന് സ്വീകരിക്കും? ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള കോപ്പർ സൾഫേറ്റിലെ Cu2+ അയോൺ സ്വീകരിച്ചിട്ട് കോപ്പർ ആറ്റമായി സോളിഡായി മാറും. അപ്പൊ സൂക്ഷിക്കാൻ പറ്റൂല. നോ എന്നാണ് ഇതിന്റെ നോ. ആൻസർ നോ. ഇനി നമ്മൾ എഴുതണം ഇവിടെ മെറ്റൽ വിത്ത്. അപ്പം സ്റ്റാൻഡേർഡ് സെന്റൻസ് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ സ്റ്റേറ്റ്മെന്റ്? മുകളിൽ നമ്മൾ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? മെറ്റൽ വിത്ത് ലോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ഡിസ്പ്ലേസ് അനദർ മെറ്റൽ വിത്ത് ഹൈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതാണ് ഒരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് പറയാം, ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. കോപ്പറിനാട്ടി കുറവാണ്. സോ സിങ്ക് വിൽ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് അയോൺ. സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായത് കൊണ്ട് എന്താ സംഭവിക്കുക? അതിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് സിങ്ക് വിൽ ഡിസ്പ്ലേസ് കോപ്പർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് Cu2+. Cu2+നെ ഡിസ്പ്ലേസ് ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. Therefore, we cannot keep copper sulfate in a vessel made of zinc. സിങ്ക് പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് സൂക്ഷിക്കാൻ പാടില്ല. സൂക്ഷിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് എന്തായി മാറിയിട്ടുണ്ടാവും? സിങ്ക് സൾഫേറ്റ് ആയി മാറിയിട്ടുണ്ടാവും. ഒരിക്കലും നിങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, അതിന്റെ റിയാക്ഷനും ഇല്ല. അപ്പൊ സിങ്ക് പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് സൂക്ഷിച്ചാൽ ഈ റിയാക്ഷൻ നടക്കും. എന്താ നടക്കുക? ഈ സിങ്ക് സൂചിപ്പിക്കുന്നത് സിങ്ക് പാത്രമാണ്. അപ്പൊ സിങ്ക് പാത്രവും കോപ്പർ സൾഫേറ്റും റിയാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതുകൊണ്ട് സിങ്ക് ആർക്ക് ഇലക്ട്രോൺ കൊടുക്കും? കോപ്പർ സൾഫേറ്റിലെ Cu2+ ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. അതിന് ഇലക്ട്രോൺ കൊടുക്കും. Cu2+ ഇലക്ട്രോൺ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കോപ്പർ ആറ്റായി മാറും. അപ്പൊ അത് സോളിഡായി മാറി. അപ്പൊ അത് കോപ്പർ സൾഫേറ്റിൽ പിന്നെ ഉണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യുക? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കും, Zn2+ ആയി മാറും. അത് സൊല്യൂഷനിലോട്ട് വരും, കോപ്പർ സൾഫേറ്റിലോട്ട് വരും. സിങ്കിന്റെ ഇലക്ട്രോൺ ആര് സ്വീകരിക്കും? Cu2+ സ്വീകരിക്കും. കാരണം കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ് കേട്ടോ. അപ്പം Cu2+ Cu ആയിട്ട് മാറും. എന്നിട്ട് സൊല്യൂഷനിലോട്ട് ഓക്സിഡൈസ് ചെയ്ത Zn2+ഉം SO4 റിയാക്ട് ചെയ്തു. എന്നിട്ട് സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ സിങ്ക് പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് സൂക്ഷിച്ചാൽ കോപ്പർ സൾഫേറ്റ് എന്തായി മാറും? സിങ്ക് സൾഫേറ്റ് ആയി മാറും. പിന്നെ അതിന്റെ സൈഡിലൊക്കെ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ സൂക്ഷിക്കാൻ പാടില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് യെസ് ആണോ നോ ആണോ എഴുതുക. പിന്നെ അതിന്റെ ജനറൽ സ്റ്റേറ്റ്മെന്റ് എഴുതുക. പിന്നെ സിങ്കും കോപ്പറും തമ്മിലുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ കാര്യം എഴുതുക. പിന്നെ റിയാക്ഷൻ എഴുതുക. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക്. ഇനി ക്യാൻ വി കെപ്റ്റ് സിങ്ക് സൾഫേറ്റ്, നേരെ തിരിച്ച്, ഇൻ എ വെസൽ മെയ്ഡ് ഓഫ് കോപ്പർ. ഇവിടെ എന്താണ്? ക്യാൻ വി കെപ്റ്റ് കോപ്പർ സൾഫേറ്റ്. ഇവിടെ എന്താണ്? സിങ്ക് സൾഫേറ്റ് ഇൻ എ വെസൽ ബോട്ടിൽ മെയ്ഡ് ഓഫ് കോപ്പർ. ഇവിടെ എന്താ ചോദിച്ചത്? സിങ്ക് പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദിച്ചത്. ഇവിടെ ചോദിച്ചത് നേരെ തിരിച്ച്, കോപ്പർ പാത്രത്തിൽ സിങ്ക് സൾഫേറ്റ് സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദിച്ചത്. കോപ്പർ പാത്രത്തിൽ സിങ്ക് സൾഫേറ്റ് സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പം സൂക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യാ? നമ്മളൊരു കോപ്പർ പാത്രം എടുക്കുക. കോപ്പർ പാത്രം എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയത്. മെറ്റൽ വിത്ത് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ഡിസ്പ്ലേസ് അനദർ മെറ്റൽ വിത്ത് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഹൈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതാണ് നമ്മള് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ ആരാണ്? കോപ്പറും സിങ്ക് സൾഫേറ്റുമാണ്. അപ്പൊ കോപ്പറും സിങ്കും ആണ് ഇവിടെ വരുന്നത്. പക്ഷെ സിങ്ക് ഇവിടെ അയോൺ ആയിട്ടാണ്, കോപ്പർ മെറ്റലുമായിട്ടാണ് കേട്ടോ. അപ്പൊ സിങ്ക് ഇവിടെ അയോൺ രൂപത്തിലുള്ള ഒരു മെറ്റലാണ്, കോപ്പർ എന്താണ്? മെറ്റലുമാണ്. അപ്പം ഈ കോപ്പറിന് സിങ്ക് ആറ്റത്തിന് ഇലക്ട്രോൺ, ഇപ്പൊ സിങ്ക് സൾഫേറ്റ് ഇല്ലേ ഇവിടെ നോക്കി നിങ്ങൾ,
അവിടെ നോക്കി നിങ്ങൾ ഇടുക. ഇതാണ് സിങ്ക് സൾഫേറ്റ്, ഇതാണ് കോപ്പർ പാത്രം. ഇത് കോപ്പർ പാത്രം, ഇത് സിങ്ക് സൾഫേറ്റ്. അപ്പം ഈ സിങ്ക് സൾഫേറ്റിൽ നിന്ന് ഈ Zn സിങ്കിനെ പുറത്താക്കണം, ഡിസ്പ്ലേസ് ചെയ്യണം, മാറ്റണം. മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? കോപ്പർ Zn2+ കൊടുക്കണം. കൊടുക്കൂല. കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. ഇവിടെ അങ്ങനെയാണ് നോക്കിക്കണം. സിങ്ക് കോപ്പർ സൾഫേറ്റിലെ Cu2+ അയോണിന് ഇലക്ട്രോൺ കൊടുത്തു. കാരണം എന്താണ്? ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, അതായത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ് സിങ്കിന്, അതുകൊണ്ട് ഇലക്ട്രോൺ കൊടുത്തു. ഇവിടെ അങ്ങനെയാണോ? സിങ്ക് സൾഫേറ്റിലെ Zn2+ന് ആര് ഇലക്ട്രോൺ കൊടുക്കൂല? കോപ്പർ കൊടുക്കൂല. കാരണം കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതിന്റെ അർത്ഥം ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, അതുകൊണ്ട് ഇലക്ട്രോൺ ഇതിന് കൊടുക്കൂല. അപ്പൊ ഈ റിയാക്ഷൻ നടക്കൂല. അതുകൊണ്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ക്യാൻ ബി കെപ്റ്റ് സിങ്ക് സൾഫേറ്റ് ഇൻ എ വെസൽ മെയ്ഡ് ഓഫ് കോപ്പർ. അപ്പൊ സിങ്ക് പാത്രത്തിൽ, ഇവിടെ മുകളിൽ സിങ്ക് പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് സൂക്ഷിക്കാൻ പറ്റൂല. സിങ്ക് പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് സൂക്ഷിക്കാൻ പറ്റില്ല, പക്ഷെ കോപ്പർ പാത്രത്തിൽ സിങ്ക് സൾഫേറ്റ് സൂക്ഷിക്കാം. അപ്പൊ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ചെയ്യുക. മെറ്റൽ വിത്ത് ലോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ഡിസ്പ്ലേസ്, മാറ്റാൻ പറ്റും, അനദർ മെറ്റൽ വിത്ത് ഹൈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. എന്നിട്ട് ഇതാ ഇവിടുത്തെ കാര്യം പറയാം. ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഈസ് ഹയർ ആണ്, ലോ അല്ല, higher than that of zinc. So copper will not displace zinc from zinc sulfate solution. Therefore we can keep zinc sulfate in a vessel made of copper. അതുകൊണ്ട് കോപ്പർ പാത്രത്തിൽ സിങ്ക് സൾഫേറ്റ് സൂക്ഷിക്കാം. നേരെ തിരിച്ച് പറ്റൂല കേട്ടോ. അപ്പൊ ഇവിടെ സിങ്ക് പാത്രം എന്ത് ചെയ്യും? കോപ്പറിന് ഇലക്ട്രോൺ കൊടുക്കും, ഇവിടെ കൊടുക്കൂല. അപ്പം ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് റിയാക്ഷൻ നടക്കും. റിയാക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂക്ഷിക്കാൻ പറ്റൂല എന്നാണ്. റിയാക്ഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സൂക്ഷിക്കാൻ പറ്റുമെന്നാണ് കേട്ടോ. ഇനി വേറെ ക്വസ്റ്റ്യൻ. ക്യാൻ വി കീപ് സിൽവർ നൈട്രേറ്റ് ഇൻ എ ബോട്ടിൽ മെയ്ഡ് ഓഫ് കോപ്പർ? കോപ്പർ പാത്രത്തിൽ സിൽവർ നൈട്രേറ്റ് സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ? അപ്പൊ നമ്മൾ എന്താണ് നോക്കേണ്ടത്? കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ സിൽവറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കുക. അപ്പൊ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉണ്ട് ഇവിടെ. ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കി നിങ്ങൾ. കോപ്പറും സിൽവറും എടുക്കുക. ആർക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്? സിൽവറിനാണ്, കോപ്പറിന് കുറവാണ്. കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, സിൽവറിന് കൂടുതലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? അപ്പൊ എന്താണ്? ക്യാൻ വി കീപ് സിൽവർ നൈട്രേറ്റ് ഇൻ എ ബോട്ടിൽ മെയ്ഡ് ഓഫ് കോപ്പർ? ആ കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, സിൽവറിന്റെ കൂടുതലുമാണ്. അപ്പൊ കോപ്പർ എന്ത് ചെയ്യും? സിൽവർ നൈട്രേറ്റിലെ സിൽവറിന് ഇലക്ട്രോൺ കൊടുക്കാൻ കഴിയും ഇവിടെ കേട്ടോ. അപ്പം ഇത് സൂക്ഷിക്കാൻ പറ്റൂല എന്നാണ്. ആൻസർ നോ എന്നാണ് കേട്ടോ. കാരണം എന്താണ്? കോപ്പർ പാത്രത്തിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പൊ കോപ്പർ എന്ത് ചെയ്യും? സിൽവർ നൈട്രേറ്റിലെ സിൽവറിന് ഇലക്ട്രോൺ കൊടുക്കും. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ സിൽവർ ആറ്റം എന്തായി? സിൽവർ അയോൺ എന്തായി മാറും? സിൽവർ ആറ്റമായി മാറും. പകരം ആര് വരും? കോപ്പറായി മാറും. അപ്പൊ കോപ്പർ പാത്രത്തിൽ സിൽവർ നൈട്രേറ്റ് സൂക്ഷിച്ചാൽ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ കോപ്പർ നൈട്രേറ്റ് ആയി മാറും. അവിടെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ചെയ്ത. മെറ്റൽ വിത്ത് ലോ സ്റ്റാൻഡേർഡ്, അതാണ് നിങ്ങൾ ഫസ്റ്റിലെ കാണാൻ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. മെറ്റൽ വിത്ത് ലോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ഡിസ്പ്ലേസ് അനദർ മെറ്റൽ വിത്ത് ഹൈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. The standard reduction potential of copper is lower than that of silver. കുറവാണ്. So copper will displace silver from silver nitrate solution. Therefore we cannot keep silver nitrate in a bottle made of copper. സൂക്ഷിക്കാൻ പറ്റില്ല. കണ്ടില്ല, എവിടെ ഈ റിയാക്ഷൻ നടക്കും? കോപ്പർ എന്ത് ചെയ്യും? സിൽവർ AgNO3 Ag+ ഇലക്ട്രോൺ കൊടുക്കും. അപ്പൊ നോക്കുക നിങ്ങൾ, Ag+ Ag8 ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. കോപ്പർ Cu2+ ആയി മാറും. അത് NO3യുമായി കമ്പൈൻ ചെയ്തിട്ട് കുപ്രിക് നൈട്രേറ്റ്, അതായത് കോപ്പർ നൈട്രേറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ സൂക്ഷിക്കാൻ പറ്റൂല. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ കോപ്പർ പാത്രത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സൂക്ഷിക്കാൻ പറ്റൂല. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.